ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. കൊല്ലങ്കോടും പിന്നെ കോയമ്പത്തൂരുള്ള ആദിയോഗി കാണാനാണ് പോണത്. ട്രാവലറിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഒരു 8:30 ആയപ്പോൾ പുറപ്പെട്ടു. ഒരു 11 മണിയായപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ സ്പോട്ടായ ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിലെത്തി. സൺഡേ ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും തിരക്ക് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിക്കൊന്നും പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ വരുന്ന വഴിയിൽ വണ്ടി ഒതുക്കിയിടാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും തിരക്ക് കണ്ടപ്പോൾ നമുക്കും എന്തോ പോലെയായി. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്തോ ഉത്സവമോ അല്ലെങ്കിൽ വേറെ എന്തോ വിശേഷം ഉണ്ടാവുമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഒരു ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു പറഞ്ഞു, ഇവിടെ സാധാരണയായിട്ട് ഇങ്ങനെയാണ്. അതായത് ഭക്തർ കോഴീനെയോ അല്ലെങ്കിൽ ആടിനെയോ കൊണ്ടുവന്ന് ബലി കൊടുക്കും. അതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. അതായത് കൃഷി, കന്നുകാലി വളർത്തൽ, ഇതൊക്കെ നന്നായി നടക്കാനും പിന്നെ രോഗങ്ങളിൽ നിന്നൊക്കെ ശാന്തി ലഭിക്കാനാണ് ഇത്തരം വഴിപാട് ചെയ്യുന്നത്. കോഴീനെ അല്ലെങ്കിൽ ആടിന് തീർത്ഥം കൊടുത്തിട്ട് വേറൊരാളിൻ്റെ അവിടെ കൊണ്ടുപോയി അറുക്കും. അതിനുശേഷം അതിനെ കൊന്ന് പാചകം ചെയ്തിട്ട് ഇത് പ്രസാദമായിട്ട് നേദിക്കും. നേദിച്ചതിന് ശേഷം അത് എല്ലാവർക്കും കൊടുക്കും. അതാണ് ഇവിടുത്തെ വഴിപാട് കേട്ടോ. ഇവിടെ നിരവധി ആൽബങ്ങളും അതുപോലെ തന്നെ സിനിമയായിട്ടുള്ള കളിയാട്ടം, മുടിയെ തുടങ്ങിയ കുറേ സിനിമകളൊക്കെ ഇവിടെ ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ് സിനിമകളുടെ ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. വഴിപാടായിട്ട് തൊട്ടിൽ, പിന്നെ വളകൾ, പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ട് കടലാസിൽ കെട്ടിയിട്ട് അങ്ങനെയും ഇതിവിടെ തൂക്കിയിട്ടിട്ട് കാണാം കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ പോയത് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയ്ക്കാണ്. പക്ഷെ എല്ലാവർക്കും അവിടെ നിന്ന് ചായ കുടിക്കാൻ പറ്റിയില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ സ്പേസും കുറവാണല്ലോ. അധികം നേരം വെയിറ്റ് ചെയ്യാനുള്ള സമയവും ഇല്ല. വേറെ സ്ഥലത്തേക്കും പോകണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ പോയത് സൂര്യ ഗാർഡൻസ് എന്ന് പറയുന്ന ഈ ഒരു വയലിലേക്കാണ്. ഇവിടെ നിന്ന് നല്ല അടിപൊളി വ്യൂ ആണ്. ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാനും പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. 20 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. പുറകിലായിട്ട് കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ്. ഇവിടെ നല്ല വ്യൂ അടിപൊളിയാണ്. കുറച്ച് നേരം കൂടി ഇവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല വെയിലും നല്ല ചൂടായതുകൊണ്ട് അതേ നേരം ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി. നെക്സ്റ്റ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് സീതാർകുണ്ട് വ്യൂ പോയിൻ്റാണ്. കുറച്ചുകൂടി നടക്കാനുണ്ട് കേട്ടോ വ്യൂ പോയിൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഇപ്പം വെള്ളമൊക്കെ കുറച്ച് കുറവാണ്. ഇത്രയും വെള്ളം മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത്രയും വെയിലത്ത് നടന്ന് വന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ളും ഇതുപോലെയുള്ള വയലാണ്. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ് തിരിച്ചു പോകുന്ന വഴിയിൽ മൊത്തം. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇഷയിലോട്ടാണ്. നമ്മൾ കൊല്ലങ്കോട് നിന്ന് ഒരു 3 മണിക്കാണ് പോകുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഒരു 6 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗേറ്റ് കടന്നതിന് ശേഷം കുറച്ചധികം നടക്കാനുണ്ട്. പിന്നെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നടക്കാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ശിവരാത്രിയുടെ ടൈമിലാണ് നമ്മൾ ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു തിരക്കും പിന്നെ ശിവരാത്രിയുടെ കുറച്ച് ഒരുക്കങ്ങളും ഇവിടെ നടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് അടുത്തേക്ക് പോകാൻ പറ്റിയില്ല. ഈ സ്റ്റാച്ചുവിൻ്റെ അത്ര അടുത്ത് പോകാൻ പറ്റിയില്ല. അവർ കുറച്ച് സ്ഥലം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അവിടെ ശിവരാത്രിയുടെ ഒരുക്കങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, നോർമലി 7 മണിക്ക് തുടങ്ങേണ്ട ലേസർ ഷോ ആരംഭിച്ചത് 7:30 ആയിട്ടാണ്. അപ്പോൾ നമുക്കത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ അവിടെ ഒന്നും കാണാനുള്ള ടൈം കിട്ടില്ല. തിരിച്ച് പോകേണ്ട ടൈം ആവുകയും ചെയ്തു. അപ്പോൾ ജസ്റ്റ് ലേസർ ഷോ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് പോരാണ് ചെയ്തത്. ആദിയോഗി സ്റ്റാച്ചു മാത്രമല്ല കേട്ടോ, അവിടെ കാണാൻ ഒത്തിരി ഉണ്ട്. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ 6 മണിയായി. പിന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ നൈറ്റിലെ ലേസർ ഷോ കഴിഞ്ഞപ്പോൾ ഒത്തിരി സമയമാവുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് ഒന്നും കാണാൻ പറ്റിയില്ല. അത് ഭയങ്കര നഷ്ടമായിപ്പോയി. കുറച്ചും കൂടി നേരത്തെ നമ്മൾ കൊല്ലങ്കോട് നിന്ന് ഇറങ്ങേണ്ടതായിരുന്നു. സ്റ്റാച്ചുവിൻ്റെ കുറച്ച് മാറിയിട്ടാണ് തീർത്ഥക്കുണ്ടുണ്ട്, പിന്നെ ആദിയോഗി ആലയുണ്ട്, ധ്യാനലിംഗം, അങ്ങനെ കുറേ കാണാനുണ്ട് കേട്ടോ. ലേസർ ഷോ കഴിഞ്ഞ് നമ്മളവിടെ എത്തിയപ്പോൾ കറക്റ്റ് 8 മണിയായി. 8 മണി വരെ അവിടെ എൻട്രൻസ് ഉള്ളൂ. അപ്പോൾ കറക്റ്റ് ആ ടൈമിൽ എത്തിയതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. നമ്മുടെ ഫോണും ബാഗും എല്ലാതും അവിടെ ക്ലോക്ക് റൂമിൽ കൊടുത്തതിന് ശേഷം വേണം അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ 8 മണി കഴിഞ്ഞതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റില്ല. അത് ശരിക്കും നന്നായി മിസ് ചെയ്തു. അപ്പോൾ കാണാൻ പോകുന്നവർ ലേസർ ഷോ മാത്രമല്ല ബാക്കിയുള്ളതും കൂടി കാണാനുള്ള ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ പോകാൻ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.